ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം പുലർച്ചെ 3 നട തുറക്കുമ്പോൾ മുതൽ സന്നിധാനത്ത് തിരക്കായിരുന്നു. 60,000-ൽ പരം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുകയാണ്. 20,000-ലേറെ തീർത്ഥാടകർ രാവിലെ ദർശനം നടത്തിയെന്നാണ് കണക്കുകൾ. ഷാനോസ് ഡേവിഡിന്റെ റിപ്പോർട്ട്. ഇന്ന് വലിയ തോതിലുള്ള തിരക്ക് കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും തീർത്ഥാടകർ ഏറ്റവും ശ്രദ്ധയോടുകൂടി അവർ ഭക്തിനിർഭരമായി കയറി വരുന്ന 18ാം പടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. കാരണം വലിയ തോതിൽ തീർത്ഥാടകർ കടന്നു വരുന്നവരെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പടി കയറാൻ സഹായിച്ചുകൊണ്ട് മുകളിലേക്ക് കയറ്റിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തിരക്ക് നല്ലതാണ്, വലിയ തോതിൽ തിരക്ക് വർദ്ധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന 18ാം പടി കയറി വരുന്ന തീർത്ഥാടകരെ ഓരോരുത്തരെയും ഇവിടെ നിന്നും സോപാനത്തിന് ഇടതുവശത്തുള്ള പടികൾ കയറ്റി ഫ്ലൈ ഓവർ വഴി കറക്കിയാണ് തീർത്ഥാടകർ പ്രധാനമായിട്ടും തൊഴാൻ വേണ്ടി കടന്നു വരുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും തിരക്ക് വർദ്ധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് 18ാം പടിയുടെ ഭാഗത്ത് നിന്നും കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് നമ്മൾ സോപാനത്തിന് വലതുവശത്തേക്ക് കയറിയാൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഫ്ലൈ ഓവർ വഴി കടന്നു വരുന്ന തീർത്ഥാടകരെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് നമ്മൾ ഒരു ചെറിയ തോതിൽ തീർത്ഥാടകരെ എണ്ണം കണക്കാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തീർത്ഥാടകരെ 18ാം പടിയിലേക്ക് കയറ്റി വിടുന്നത്. അവർ എണ്ണം പമ്പ മുതൽ അത്തരം ഒരു ക്രമീകരണം നടത്തിയാണ് കടത്തിവിടുന്നത്. പക്ഷേ നമ്മളിത് ഈ പറയുന്ന തീർത്ഥാടകർ ഫ്ലൈ ഓവർ വഴി കറങ്ങി വരുമ്പോഴത്തേക്കും അതിന് എണ്ണം വലിയ തോതിൽ കൂടുന്നു. കാരണം ശ്രീകോവിലിന് മുമ്പിലെത്തുന്ന തീർത്ഥാടകരെ അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി വളരെ കൃത്യമായി ആണ് കടത്തിവിടുന്നത്. കാരണം ഒരു ചെറിയ ദർശനമെങ്കിൽ ഓരോ മനുഷ്യനും അയ്യപ്പനെ ദർശിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് തീർച്ചപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ, അതിപ്പം പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റ് സുരക്ഷാ ജീവനക്കാരാണെങ്കിലും NDRF ആണെങ്കിലും ഇവരൊക്കെയും ഓരോ ആളുകളെയും കടത്തിവിടുന്നത് കൃത്യമായി അയ്യപ്പനെ ദർശിക്കാൻ കഴിയണം എന്ന്. റിപ്പോർട്ടാണ് ശബരിമലയിൽ നിന്ന്.